2025 സീസണിലെ IPL മത്സരങ്ങൾ പകുതി പിന്നിട്ട വേളയിലാണുള്ളത്. പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങളുമായി ടീമുകൾ മുന്നോട്ട് പോവുകയാണ്. ഡൽഹി ക്യാപിറ്റൽസ്, ഗുജറാത്ത് ടൈറ്റൻസ് തുടങ്ങിയ ടീമുകൾ ആദ്യ 4-ൽ ഇടം പിടിച്ചു നിൽക്കുമ്പോൾ മറ്റു ടീമുകൾ, പ്രത്യേകിച്ച് 4 മുതൽ 10 വരെ സ്ഥാനത്തുള്ള ടീമുകളെല്ലാം സമ്മർദ്ദത്തോടെയാണ് ബാക്കിയുള്ള മത്സരങ്ങൾക്കായി ഇറങ്ങുന്നത്. ഏറ്റവും പിന്നിലുള്ളത് 5 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് ആണെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. പിന്നാലെ സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഇനി പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ നന്നായി പണിയെടുക്കേണ്ടി വരും. ചെന്നൈയും ഹൈദരാബാദും രാജസ്ഥാനും പ്ലേ ഓഫിൽ നിന്നും പുറത്തായോ? നോക്കാം. 2 ജയം മാത്രമുള്ള ഈ 3 ടീമുകൾക്കും ഇതുവരെ ആകെ സമ്പാദ്യം 4 പോയിന്റുകളാണ്. ചെന്നൈക്കും രാജസ്ഥാനും മാക്സിമം ഒരു 16 പോയിന്റ് വരെ നേടാം. ഹൈദരാബാദിന് 16. 2024-ൽ RCB പ്ലേ ഓഫ് കണ്ടത് 14 പോയിന്റുകളുമായി മാത്രമായിരുന്നു എന്നത് ഇവിടെ പറഞ്ഞു പോകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 3 ടീമുകൾക്കും ഇപ്പോഴും സാധ്യത നിലനിൽക്കുന്നുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സാധ്യതകൾ നോക്കാം. ഇനിയുള്ള 6 കളികൾ ജയിച്ചാൽ ആകെ 16 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ 5 ടീമുകൾ ഇതിനോടകം തന്നെ 10 പോയിന്റിലധികം നേടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ടീം പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുന്നതിന് 14 പോയിന്റുകൾ മതിയാകില്ല എന്നാണ് വിലയിരുത്തൽ. CSKയുടെ ഇനിയുള്ള മത്സരങ്ങൾ നോക്കാം. ഏപ്രിൽ 25-ന് ഹൈദരാബാദിനെതിരെയാണ് അടുത്ത മത്സരം. ഏപ്രിൽ 30-ന് പഞ്ചാബിനെ നേരിടും. മെയ് 3-ന് ബാംഗ്ലൂരിനെയും മെയ് 7-ന് കൊൽക്കത്തയെയും നേരിടും. ചെന്നൈ രാജസ്ഥാൻ പോരാട്ടം മെയ് 12-നാണ്. ലീഗ് റൗണ്ടിലെ ചെന്നൈയുടെ അവസാന മത്സരം മെയ് 18-നാണ്. നിലവിലെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനക്കാരായ ഗുജറാത്താണ് അന്ന് എതിരാളികൾ. ഇനി സഞ്ജു സാംസണിന്റെ സ്വന്തം രാജസ്ഥാന്റെ കാര്യം നോക്കാം. ചെന്നൈയെ പോലെ തന്നെ 6 മത്സരങ്ങൾ ബാക്കിയുള്ള രാജസ്ഥാനും പ്ലേ ഓഫിലേക്കുള്ള വഴി അതികഠിനമാണ്. 6 മത്സരങ്ങളും അവർ വിജയിച്ചാൽ രാജസ്ഥാന് പ്ലേ ഓഫിലേക്ക് സാധ്യതയുണ്ടെങ്കിലും എവിടെയെങ്കിലും തോറ്റാൽ 2025 പ്ലേ ഓഫ് യാത്രയ്ക്ക് അവസാനമാകുന്നതിൽ സംശയമില്ല. CSKയും രാജസ്ഥാനും തുടർച്ചയായി 4 വിജയങ്ങൾ നേടിയാൽ പോലും മെയ് 12-ന് നടക്കുന്ന ഇരുവരും തമ്മിലുള്ള പോരാട്ടം നിർണായകമാകും. കാരണം അതിലെ മത്സര ബലത്തോടെ അസ്തമിക്കുന്നത് തോൽക്കുന്ന ടീമിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കൂടിയാണ്. ഇനി ഹൈദരാബാദിലേക്ക് പോയാൽ SRHന്റെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യത എങ്ങനെയാണെന്ന് നോക്കാം. പാറ്റ് കമ്മിൻസ് നയിക്കുന്ന SRHന് ഇനി 7 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിനാൽ പ്ലേ ഓഫിലെത്താൻ മറ്റ് 2 എതിരാളികളെക്കാൾ അല്പം കൂടി സാധ്യതയുമുണ്ട്. ലീഗ് ഘട്ടത്തിൽ അവർക്ക് മറ്റൊരു തോൽവി കൂടി താങ്ങാം, എന്നാലും വലിയ വില കൊടുക്കേണ്ടി വരും. SRH അവരുടെ 7 മത്സരങ്ങളിൽ കുറഞ്ഞത് 6 എണ്ണമെങ്കിലും ജയിക്കണം. അതുമാത്രം പോരാ, അവസാന 4-ൽ ഇടം നേടാൻ നെറ്റ് റൺ റേറ്റിനെയും ആശ്രയിക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.